ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് തിരുവോണം ദിവസമാണ്. പക്ഷേ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണുള്ള നല്ല പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. പക്ഷെ അന്ന് തന്നെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ തിരുവോണം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. കാണിച്ചിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു, അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു, പറ്റിയില്ല. പിന്നെ കണ്ടിന്യൂസ് നമ്മുടെ കുറച്ച് ആങ്കറിയും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പോയത്. അങ്ങനെ നേരെ പോകുന്നത് എൻ്റെ പഴയ ഫ്ലാറ്റിലേക്കാണ്. നേരെ പോയപ്പോൾ തന്നെ അവൾ ഓൾറെഡി പറഞ്ഞു അറിയാം ഉറങ്ങുകയാണ്. അപ്പം ഞാൻ വളരെ പതുക്കെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പമ്മി പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശരി നമ്മുടെ സാൻലിയ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശല്യമാക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയി നമ്മുടെ ബാൽക്കണിയൊക്കെ തുറന്നു. നമുക്ക് കുറച്ച് എയറൊക്കെ എനിക്ക് രാവിലെ വന്ന അതിൽ ജലൊക്കെ തുറന്നിടുന്ന പരിപാടിയുണ്ട്. അത് വീട്ടിലാണെങ്കിലും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ശരി എന്നാൽ പിന്നെ ഒരു കട്ടൻ ചായ ഇടാം. അവൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കൊരു കട്ടനൊക്കെ കുടിക്കാം, അവൾക്കും ആക്കാം ഒക്കെ സെറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ലൊരു ചൂട് കട്ടൻ ചായ കുടിച്ചു. കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് യൂണിറ്റ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയാണ് കേട്ടോ യൂണിറ്റ്, അറിയാമല്ലോ, ഫാഷൻ ഡിസൈൻസാർ മാഡമാണ്. അപ്പോൾ മാഡത്തിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ എന്തായാലും അറിയാം ഒരു 10:30 വരെ മറിയാമ കിടന്നുറങ്ങണം. കാരണം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഉറക്കം വളരെ പ്രശ്നമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ചായ പഴംപൊരി ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് ശേഷമാണ് ഞങ്ങൾ സദ്യ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ശരി, രാവിലെ ഞങ്ങൾക്ക് ലൈറ്റായിട്ട് വല്ലതും കഴിക്കാം. അതിനുശേഷം നമുക്ക് ഹെവി ആയിട്ട് എന്തായാലും ഓണം ചോറ് കഴിക്കാൻ പോകുവാണല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവൾക്കൊരു കുഞ്ഞു പൂവൊക്കെ കിട്ടി. ഇവൾ പറഞ്ഞ് ഇതും കൊണ്ടാണ് പൂവിടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പൂവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അസോസിയേഷൻ ഓൾറെഡി നല്ലൊരു പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും താമസിക്കുന്ന രണ്ട് സ്ഥലത്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കടവന്ത്രയാണ്. അപ്പോൾ ഈ ഒരു കുരിപ്പിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളത്. അങ്ങനെ ഇതവളുടെ ബ്യൂട്ടിഫുള്ളായ റൂമാണ്. കുറച്ച് പ്രാർത്ഥനയും പാട്ടും അങ്ങനെ പാട്ടൊക്കെ കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേകതരം ഒരു കഴിവാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും കമ്മലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം വിചാരിച്ചു വെറൈറ്റി ആക്കാമെന്ന്. സോ ദാറ്റ്സ് വൈ ഐ ചൂസ് ദിസ്. അത് കൊള്ളാമല്ലേ, ഇഷ്ടപ്പെട്ടു. സിമ്പിൾ. എപ്പോഴും ഞാൻ ആ ഒരു ഇയറിങ്സ് ഇടുന്നതുകൊണ്ട് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് പിന്നെ ഞാൻ ഈ ഒരു നെക്ലേസ് യൂസ് ചെയ്തത്. ചോക്കർ എന്നും പറയാം. എനിക്കിതിനെ പറ്റിയിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ ധാരണയില്ല കേട്ടോ. കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. അങ്ങനെ ദിസ് ഇസ് അവർ അസോസിയേഷൻ പൂക്കളം. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ, ഫോട്ടോയിൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞങ്ങൾ ഇട്ടതാണ്. നമുക്കുള്ള സ്വാഭാവികം ആണല്ലോ. പക്ഷേ നല്ലതായിരുന്നു. അസോസിയേഷനെ കിട്ട് അവർ നല്ല സ്ഥലത്ത് പോയി സെറ്റായി. അപ്പം ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സാരി ഉടുക്കൽ. നേരെ ഊബർ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോകുവാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ ബുക്കൊന്നും ചെയ്യേണ്ട, നേരിട്ട് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിലാണ് ഞങ്ങൾ നേരിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ വൈറ്റിലായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഓണായി കഴിഞ്ഞാൽ എല്ലായിടത്തും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എസ്പെഷ്യലി കൊച്ചി വിനോദാൻ ട്രാഫിക് ബ്ലോക്കും അതുപോലെ തന്നെയാണെങ്കിലും എല്ലാത്തിലും നല്ല തിരക്കാണ്. ഞങ്ങളുടെ ഭാഗ്യത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലൊരു ഈച്ച കുഞ്ഞിനെ ഓണത്തിന് കാണുന്നില്ല. കാരണം എനിക്ക് തോന്നി ഓൾമോസ്റ്റ് വീട്ടിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിലുണ്ടായിരുന്നു. കാരണം റെസ്റ്റോറൻറ്റിൽ അമ്മാതിരി തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിലായിരുന്നു, നമ്മളുടെ വൈറ്റില. ഇത് കാലിക്കറ്റിൻ്റെയാണ്. പക്ഷെ ഇവിടെയും ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അറ്റ്മോസ്ഫിയർ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ചാൽ 1 മണിക്ക് 1:30ക്ക് ഞങ്ങൾ പോയത്. കഴിച്ചപ്പോൾ 4 മണിയായി എന്നൊരു വ്യത്യാസം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത്രത്തോളം തിരക്കും. ഫുഡ് പാതിയോളം തീർന്നും പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ ചായ എന്നൊരു ചായ കുടിക്കാമെന്ന്. ചായ കുടിച്ചാൽ അതിൻ്റെ എഫക്റ്റ് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതും നോക്കിയിരുന്നത്. ഫൈനലി ചൂടെടുത്തിട്ട് ഞാൻ മുട്ടിയൊക്കെ അങ്ങോട്ട് കെട്ടി അങ്ങ് വെച്ചു. പറയണേ ഇപ്പം മെനയുണ്ട്, എങ്ങനെയുണ്ട്. അങ്ങനെ പാവം ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ചത്ത് കുത്തിയിരുന്നു കേട്ടോ. വയ്യാണ്ടായിപ്പോയി എന്ന് പറയാം. ഇത് ഇത്രയും കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പാതി പോലും ഞങ്ങൾക്ക് മരയൊക്കെ കഴിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡ് തീർന്നു പോയി. പല രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫൈനലി എന്താ, ഓണല്ലേ വന്നതല്ലേ, പീക്ക് ലെവലാണ് വിശപ്പ്. കഴിച്ചതുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റായി തോന്നി. ഇരുന്ന് കഴിച്ചു. ആക്ച്വലി ഞാൻ ഒരിക്കലും പുറത്തുനിന്ന് ചോറ് കഴിക്കുന്ന ആളല്ല. കാരണം എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലെപ്പോഴും ചോറല്ലേ കഴിക്കുന്നില്ല, പുറത്ത് പോയി വേറെ കഴിക്കുക എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ്. പക്ഷേ ഓണൊക്കെ അല്ലേ, ശരി എന്നാൽ ഒന്ന് കഴിച്ചേക്കാം. എപ്പോഴും കുറേ നാൾക്ക് കിട്ടിയൊരു സന്തോഷം ഇതും കൂടെ ഉണ്ടെങ്കിലല്ലേ, ഓണസദ്യ ഉണ്ടെങ്കിലല്ലേ ഉഷാറാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലൊരു പായസം കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഓൾമോസ്റ്റ്. കാരണം അത്രത്തോളം 2 തവി ചോറിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പകുതി കഴിക്കുന്ന ആളാണ്.
പക്ഷേ കുറച്ച് ചൂടുണ്ട്.